കന്നിക്കൂറാണ്, വിർഗോ എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേര്. ഉത്തരത്തിൽ മുക്കാലും അത്തവും ചിത്തിര അരയും ആദ്യത്തെ 2 പാദവും ചേർന്നതാണ് കന്നിക്കൂറ്. ഇവർക്ക് 12ാം ഭാവത്തിലാണ് സൂര്യൻ. ചില കൂടിയ ജോലിയിലും ഒക്കെ കുറച്ച് കൂടുതൽ ഉത്തരവാദിത്തങ്ങളും അതുപോലെ ചെലവുകളും ഒക്കെ കൂടുതലായിട്ടുണ്ടാകാം. അത് ജോലിയെയും ചിലപ്പോൾ ബാധിച്ചൊന്നിരിക്കാം. എന്നാൽ 11ാം ഭാവത്തിൽ വ്യാഴമുണ്ട് എന്നുള്ളത് കൊണ്ട് ഇങ്ങനെയുള്ള പ്രതികൂല സാഹചര്യങ്ങളെയും കൂടെ ഈ വ്യാഴത്തിൻ്റെ പ്രസൻസ് കൊണ്ട്, വ്യാഴത്തിലെ 11ലെ സ്ഥിതി കൊണ്ട് അത് ലക്ഷം ദോഷം ഗുരുഹന്തി എന്നൊക്കെ പറയും. അതുകൊണ്ട് ആദ്യത്തിൻ്റെ 12ലെ അവസ്ഥ കൊണ്ടുണ്ടാകുന്ന ദുരിതങ്ങൾക്ക് പരിഹാരം തന്നെ കിട്ടുന്നതാണ്. ശക്തമായിട്ടുള്ളൊരു പിന്തുണ വരുമാനവർദ്ധനവിലുമൊക്കെ ഗുരു ചെയ്യുന്നുണ്ട്. ശുക്രൻ 2ാം ഭാവത്തിലാണ്, നീചസ്ഥിതി ആയതുകൊണ്ട് അത് ചില ദോഷങ്ങൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പ്രവർത്തകന്മാരോ ഒക്കെ ആയിട്ടുള്ള ആശയവിനിമയ ബന്ധത്തിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ വരാവുന്നതാണ്. അതിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമുള്ളതാണ്. ഇവർക്ക് ഈ വിദേശ സംബന്ധമായിട്ടുള്ള ജോലികൾ ഉള്ളവർ, അല്ലെങ്കിൽ വിദേശത്ത് ജോലിയുള്ളവർ, ആശുപത്രി, ഗവേഷണം, അതുപോലെ IT ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ ഉള്ളവർക്ക് പുതിയ അവസരങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ധനപരമായിട്ട് വരുമാനം വർധനയുണ്ട്, എങ്കിലും അതിലേറെ ചിലവുകൾ വരാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായിട്ടുള്ള ചില ആവശ്യങ്ങളിലേക്കുള്ള ചിലവുകൾ വേണ്ടിവരും. അതുപോലെ യാത്രാ ചിലവുകളും ഒക്കെ കുറച്ച് കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ നിക്ഷേപങ്ങൾ ഈ സമയത്ത് സൂക്ഷിച്ച് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതിൽ നഷ്ടം സംഭവിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യപരമായിട്ട് ഉറക്കക്കുറവ്, അതുപോലെ ദഹന സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങൾ, ഇതൊക്കെയും മാനസികമായിട്ടുള്ള അസ്വസ്ഥതകളും ഇതൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ധ്യാനം ചെയ്യുക, യോഗാഭ്യാസം ചെയ്യുക, ഇതൊക്കെയും ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരു സ്ട്രെങ്ത്ത് കിട്ടുന്നതിന് വളരെ നല്ലതാണ്. കുടുംബാംഗങ്ങളുമായിട്ട് ഒരു തുറന്ന ആശയവിനിമയം ഉണ്ടാകാൻ ശ്രമിക്കേണ്ടതാണ്. ചില തെറ്റിദ്ധാരണകളൊക്കെ കുടുംബത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വിദേശത്തുള്ള ബന്ധുക്കളിൽ നിന്നും ഒക്കെയുള്ള നല്ല വാർത്തകളൊക്കെ കേൾക്കാൻ ഇടയാകും. വീട്ടിൽ ചില ആത്മീയമായിട്ടുള്ള ചടങ്ങുകൾ നടത്താൻ ഉള്ള അനുയോജ്യമായിട്ടുള്ള ഒരു സമയവും കൂടിയാണ്. ഇവരെ പരിഹാരമായിട്ട് ശ്രീ മഹാവിഷ്ണുവിന് ആരാധന നടത്തുക, വിഷ്ണുവിൻ്റെ സഹസ്രനാമം ജപിക്കുക, ഇതൊക്കെയും നല്ല കാര്യങ്ങളാണ്. പച്ചപ്പയർ ദാനം ചെയ്യുന്നത് നല്ലതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ട വിദ്യയ്ക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്യുക, ഇതൊക്കെയും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകാൻ നല്ലതാണ്.